ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ഗെയിമായ നെറ്റ് സീറോ വിത്ത് വിപ്ലവം എന്നതിന്റെ ഒരു ചുരുക്ക ട്യൂട്ടോറിയലിലൂടെ നയിക്കാനാണ് പോകുന്നത്. ഇപ്പോ നെറ്റ് സീറോ എന്നത് എന്താണ്? നെറ്റ് സീറോയുടെ ആശയം എന്താണ്? നിങ്ങളൊരു ബസ്സിൽ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കൽപ്പനിക്കൂ. ബസ് മുന്നോട്ട് പോകാൻ ഇന്ധനം ഉപയോഗിക്കണം. അതിനാൽ അത് ഡീസൽ കത്തിക്കുന്നു. ആ ഡീസൽ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹാനികരമായ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നു. ഈ വാതകങ്ങൾ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവ അന്തരീക്ഷത്തിന്റെ ഉപരിതലത്തിൽ ഇരുന്നു ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥാ മാറ്റം, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. നിങ്ങൾ നടത്തിയ യാത്ര കാരണം പുറത്തുവിടുന്ന ഈ വാതകങ്ങളുടെ അളവാണ് നിങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഇതിനെ നിങ്ങളെ കാർബൺ ഫുട് പ്രിന്റ് എന്നാ വിളിക്കുന്നത്. ഇപ്പോ ഈ കാർബൺ ഫുട് പ്രിന്റിന്റെ ബാധ എങ്ങനെ നിഷേധിക്കാം, അല്ലെങ്കിൽ ഈ വാതകങ്ങൾ പുറത്തു വിടാതിരിക്കാൻ എങ്ങനെ സാധിക്കും? അത് സാധ്യമല്ല. കാരണം ജോലി അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായി നിങ്ങൾ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതിനാൽ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ മരങ്ങൾ നട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് നിങ്ങളുടെ യാത്രയുടെയും ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പുറംതള്ളലിന്റെയും ബാധ കുറയ്ക്കുക എന്നതാണ്. നിങ്ങൾ പുറത്തുവിടുന്നത്ര കാർബൺ ഡൈ ഓക്സൈഡ് തുല്യമായ വാതകങ്ങൾ ആഗിരണം ചെയ്യാൻ മതിയായ ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് മരങ്ങൾ നട്ട് ഒരുക്കിയാൽ, അതായത് നിങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് 0 കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ 100 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറംതള്ളുകയാണെങ്കിൽ, എന്നാൽ അത്രയേറെ കാർബൺ ആഗിരണം ചെയ്യാൻ മതിയായ മരങ്ങൾ നിങ്ങൾ നട്ടാൽ, അതായത് 100 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ്, നിങ്ങൾ നെറ്റ് സീറോ നേടിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇപ്പോൾ നെറ്റ് സീറോ നേടാൻ വിവിധ മാർഗങ്ങളുണ്ട്. നമ്മുടെ ഗെയിമിലൂടെ ഈ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അവ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. നമുക്ക് നെറ്റ് സീറോ ഗെയിമിന്റെ വിവിധ വകഭേദങ്ങളുണ്ട്. അതിനാൽ സോളാർ എനർജി, മഴവെള്ള ശേഖരണം, ഊർജ്ജക്ഷമമായ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ, മാലിന്യ നിയന്ത്രണം, കൂടാതെ പ്രകൃതിദത്ത കീടനാശിനികൾ ഉപയോഗിക്കൽ തുടങ്ങിയവയെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന നെറ്റ് സീറോ ഗെയിം ഞങ്ങൾക്കുണ്ട്. ഈ വകഭേദങ്ങളിൽ ഒന്നും ഗെയിം കളിക്കുന്ന രീതി കൂടുതലും ഒരുപോലെയാണ്. ഈ രീതി എന്താണെന്ന് ഞാൻ നിങ്ങളെ വേഗത്തിൽ വഴി കാണിച്ചു തരാം. ഇപ്പോ നിങ്ങൾക്ക് കാണാം, ബോക്സിനുള്ളിൽ ഗെയിം എങ്ങനെ കളിക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ചാർട്ട് ഉണ്ട്. അതിൽ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും വേണ്ട, കാരണം ഞാൻ തന്നെ ഗെയിം എങ്ങനെ കളിക്കാമെന്ന് നിങ്ങളെ വഴി കാണിച്ചു തരാം. നമുക്ക് ഒരു ബോർഡ് ഉണ്ട്, പ്ലെയർ അവതാരങ്ങൾ ഉണ്ട്, ഈ കാർഡുകൾ ഉണ്ട്, ഡൈസ് ഉണ്ട്. ഗെയിം പ്ലേ വളരെ ലളിതമാണ്. നിങ്ങളുടെ ലക്ഷ്യം ഈ പോയിന്റിൽ നിന്ന്, അതായത് 100 എന്ന കാർബൺ ഫുട് പ്രിന്റിൽ നിന്ന് 0 എത്തുക എന്നതാണ്. 0 നിങ്ങൾക്ക് നെറ്റ് സീറോയിൽ എത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ സീറോയിൽ എത്തും? ഏതൊരു സാധാരണ ഡൈസ് ഗെയിമിനെയും പോലെ നിങ്ങൾ നിങ്ങളുടെ പ്ലെയർ അവതാരം തിരഞ്ഞെടുക്കണം. ഡൈസ് എറിഞ്ഞു കളിക്കണം. ഉദാഹരണത്തിന് ഞാൻ 4 കിട്ടിയാൽ ഞാൻ കരീൻ എന്ന ആനയായി കളിക്കുകയാണെങ്കിൽ ഞാൻ 100ൽ നിന്ന് 100, 91, 98, 97 എന്നിങ്ങനെ മുന്നോട്ട് നീങ്ങും. പ്ലെയർമാർ അവരുടെ തവണയിൽ തുടർച്ചയായി നീങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു നിമിഷം കാത്തിരിക്കുക, അത് അത്ര ലളിതമല്ല. ബോർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചില ട്രാപ്പുകൾ ഉണ്ടാകും. അവ ചിലപ്പോൾ നിങ്ങളെ ഗെയിമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാം, അല്ലെങ്കിൽ പിന്നോട്ട് വലിച്ചിടാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഡൈസ് എറിഞ്ഞ് 6 കിട്ടിയാൽ ഞാൻ 100ൽ നിന്ന് 94ലേക്ക് പോകും, അതായത് 100. അപ്പോൾ 94ൽ ഞാൻ ഒരു ട്രാപ്പിൽ എത്തിച്ചേരും. അതിനാൽ ഞാൻ ഒരു ട്രാപ്പിൽ എത്തിച്ചേരുന്ന നിമിഷം ഈ ഡെക്കിൽ നിന്ന് മുകളിൽ ഉള്ള കാർഡ് എടുക്കും. അതിൽ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഫെർട്ടിലൈസർ എന്ന് എഴുതിയിരിക്കുന്നു, അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ഉപയോഗിച്ച പേപ്പർ പ്ലേറ്റുകളും സ്പൂണുകളും കമ്പോസ്റ്റ് ചെയ്തു. അതിനാൽ നിങ്ങൾക്ക് 8 കാർബൺ ക്രെഡിറ്റുകൾ ലഭിക്കും. എനിക്ക് 8 കാർബൺ ക്രെഡിറ്റുകൾ ലഭിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് 8 ചുവടുകൾ കൂടി മുന്നോട്ട് പോകും. അതിനാൽ 94ൽ നിന്ന് ഞാൻ 86ലേക്ക് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇത് എല്ലാ കാർഡുകളും പോസിറ്റീവ് ആയിരിക്കില്ല. കാരണം ഉദാഹരണത്തിന് ഞാൻ ഈ കാർഡ് എടുക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ച അലങ്കാര പൂക്കൾ ട്രാഷിലേക്കാണ് കളഞ്ഞത്, അവ കമ്പോസ്റ്റ് ചെയ്തില്ല. അതിനാൽ നിങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റുകൾ നഷ്ടമാകും. ഇപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന കാർഡുകൾ കാരണം നിങ്ങളുടെ പ്രവൃത്തികളുടെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിടയിലോ അതിനുശേഷം ഞങ്ങൾ ഉപയോഗിച്ച പ്ലേറ്റുകൾ എവിടേക്ക് പോകുന്നു, അവ എങ്ങനെ മാലിന്യ കൂമ്പാരത്തിൽ അടിഞ്ഞ് അന്തിമമായി ഗ്ലോബൽ വാർമിംഗിലേക്ക് നയിക്കുന്നു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ തന്നെ അവ കളയാറുണ്ട്. നെറ്റ് സീറോ വിത്ത് വിപ്ലവ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അറിവോടെ തീരുമാനങ്ങൾ എടുക്കാനും നമ്മെയും നമ്മെ ചുറ്റിപ്പറ്റിയ ലോകത്തെയും കൂടുതൽ സുസ്ഥിരമായ ജീവിതത്തിലേക്ക് നയിക്കാനും സഹായിക്കുകയാണ്. അതിനാൽ ഈ ഗെയിമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച അത്ര തന്നെ നിങ്ങൾക്കും കളിക്കുമ്പോൾ രസിക്കാനാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
കൂടാതെ നിങ്ങൾക്ക് കളിക്കാനും നെറ്റ് സീറോയെ കുറിച്ച് പഠിക്കാനും കഴിയുന്ന നിരവധി വകഭേദങ്ങൾ ഉടൻ വരാനുണ്ട്. അവ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.